വെൽക്കം ടു ഓൾ. ബ്രില്യൻസ് അക്കാദമിയുടെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം ആണ് എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ മൊഡ്യൂളിൽ വരുന്നതാണ്, ഒരു 4th മൊഡ്യൂളിൽ വരുന്ന അയോണിക് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്റർ. ഓക്കെ, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരുന്ന നമ്മൾ ആ ഒരു ഇൻസ്റ്റൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റായിട്ട് മാറുന്ന സമയത്ത് റിയാക്ഷൻ റേറ്റും പ്രൊഡക്റ്റ് റേറ്റും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു ടൈമിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിലിബ്രിയം ഇൻ ബിറ്റ്വീൻ അയോൺസ് ആണ്. അയോണിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൻ്റെ ഇക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ബിറ്റ്വീൻ ദ unionized molecule and the ions in the solution of a weak electrolyte is called ionic equilibrium. For example, CH3COH ഇതൊരു ഇലക്ട്രോലൈറ്റ് ആണ്. ഇലക്ട്രോലൈറ്റ് എന്തായിട്ട് മാറാണ്? അതിൻ്റെ അയോൺസ് ആയിട്ട് മാറാണ്. CH3COO- plus H-. Chemical substance which can conduct electricity in their aqueous state or in molten state are called electrolytes. അതേപോലെ ഇലക്ട്രോലൈറ്റ്സ് എന്താണ്? അതിൻ്റെ മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വസ് സ്റ്റേറ്റിലോ എന്ത് ചെയ്യാണ്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് പാർട്ടിക്കിൾസ് ആണ് അവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. നമ്മൾ ഈ കോമൺ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, വീക്ക് ഇലക്ട്രോലൈറ്റ്, ഈ ടേംസ് ഒക്കെ നമ്മൾ എക്സാം ബേസ്ഡ് ആയിട്ട് വരുന്നതാണ്. മെനി ഇലക്ട്രോലൈറ്റ്സ് വെൻ ഡിസോൾവ് ഇൻ വാട്ടർ are almost completely converted into ions. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ്ലി അവരുടെ അയോൺസ് ആയിട്ട് മാറുന്നതാണെങ്കിൽ അതാണ് നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ NaCl, KCl, KNO3, NH4Cl. ഓക്കെ, many electrolytes ionize only partially. Such electrolytes are called weak electrolytes. പാർഷ്യലി ആണ് അയോണൈസ് ആവുന്നത്. അങ്ങനത്തെ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സിനെയാണ് എന്ത് പറയുന്നത്? വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആർ CH3COH, NH4OH, C6H5, NH2 are weak electrolyte. Then degree of ionization. It is defined as the fraction or percentage of the total amount of the electrolyte that is present in the form of ions. നമ്മൾ എടുക്കുന്ന ഇലക്ട്രോലൈറ്റ് അത് എത്ര പെർസെൻറ്റേജോളം എന്തായിട്ട് മാറിയിട്ടുണ്ട്, അയോൺസ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നതിനാണ് ഡിഗ്രി ഓഫ് അയോണൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓസ്വാൾഡ് ഡയല്യൂഷൻ ലോ ആണ്. ഡിഗ്രി ഓഫ് അസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഈസ് ഈക്വൽ ടു ഓസ്വാൾഡ് ഡയല്യൂഷൻ ലോ എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് നമുക്ക് തരുന്നത്. ആൽഫ കൊണ്ടാണ് നമ്മൾ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആൽഫേനെയാണ് പറയുന്നത്. ആൽഫ ഈസ് ഈക്വൽ ടു √K/C. Then in general concepts of acid base, നമ്മൾ ഈ ചാപ്റ്ററിലാണ് ഓരോ സയൻറ്റിസ്റ്റിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ആസിഡ് എന്താണ്, ബേസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, അരീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. According to Arrhenius theory, acids are substances that dissociate in water to give hydrogen ions. വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്ത് നമുക്ക് ഹൈഡ്രജൻ അയോൺസിനെ തരുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കോർഡിംഗ് ടു അരീനിയസ് ഇറ്റ് ഈസ് ആൻ ആസിഡ്. ബേസ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ് OH- ആഫ്റ്റർ ഡിസോസിയേഷൻ ഇൻ വാട്ടർ. പിന്നെ നമ്മൾ വാട്ടറിൽ എന്താണ് OH- ആയിട്ട് ഡിസോൾവ് ചെയ്യുന്നവനെ നമ്മൾ എന്ത് പറയും? ബേസ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് വൺ, ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ആസിഡ്സ് ആൻഡ് അക്കോർഡിംഗ് ടു ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റ്, an acid is a substance which is capable of donating a hydrogen ion. ആസിഡ് എന്താണ്? ഒരു ഹൈഡ്രജൻ അയണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. മറ്റേതാണ് ബേസ് ആ സബ്സ്റ്റൻസ് ക്യാപ്പബിൾ ഓഫ് അക്സെപ്റ്റിംഗ് ആൻ ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ. ഓക്കെ, എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആസിഡ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ഒരു കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ ഒരു H+ അയോൺസിന്റെ ഡിഫറൻസ് ആയിരിക്കും അവർ തമ്മിൽ. ഇവിടെ ഇത് കണ്ടോ, ഇത് ബേസ്, ഇതെന്താണ്? അതിൻ്റെ കോൺജുഗേറ്റഡ് ആസിഡ് ആണ് NH4+. അമോണിയയുടെ കോൺജുഗേറ്റഡ് ആസിഡ് ആണ് എന്തെന്ന് പറയുന്നത്? NH4+ എന്ന് പറയുന്നത്. ഒരു കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയറിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് ഒരു ഹൈഡ്രജൻ്റെ ഡിഫറൻസ് ആയിരിക്കും. ഇവിടെ കണ്ടോ, NH3-ൽ 3 ഹൈഡ്രജൻ ആണ്, അത് NH4-ലായപ്പോൾ എത്രയായി? 4 ആയി. അങ്ങനെ ഒരു ഹൈഡ്രജൻ്റെ ഡിഫറൻസ് വരുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുന്നത്. The next one is the Lewis concept of
ആസിഡ് ആൻഡ് ബേസ്. ലൂയിസ് കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുകയും ഗെയിൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. അക്കോർഡിംഗ് ടു ലൂയിസ്, ആസിഡ് is a substance which accept electron pair and base is a substance which donate an electron. അങ്ങനെയാണ് വരുന്നത്. ഇലക്ട്രോൺ ഡെഫിഷ്യൻസി സ്പീഷീസ് ലൈക്ക് AlCl3, BH3 etc. act as Lewis acid. Then ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ആകുമ്പോഴല്ലേ അവർക്ക് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ളവരെ ആസിഡ് എന്ന് പറയുന്നു. ഇനി ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള H2O, NH3 അവരെയൊക്കെ നമ്മൾ ലൂയിസ് ബേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ സ്പീഷീസ് എന്താണ്, H+ ആണെങ്കിൽ നമ്മൾ ഒരു H+ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കോൺജുഗേറ്റ് ബേസ് ആണ്. ഇനി H+ അയോണിനെ ആഡ് ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, കോൺജുഗേറ്റഡ് ആസിഡ് എന്ന് പറയും. ഓക്കെ, ഇനി അയോണൈസേഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസ്. Strength of acid or base is determined with the help of extent of ionization of aqueous solution. നമ്മളൊരു ഇലക്ട്രോലൈറ്റിനെ aqueous solution ആക്കുമ്പോൾ അവർ എത്രത്തോളം അയോണൈസ് ചെയ്തു അതാണ് pH scale. ഇനി pH scale ആണ്. Hydrogen ion concentration are measured as the number of gram of ion of hydrogen ions present per liter of solution. നമ്മൾ അതൊക്കെ ഒരു ഡെഫിനിഷൻ ആയിട്ടാണ്. നിങ്ങൾ ജസ്റ്റ് pH എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. എന്താണ് ഇത് നിങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ ആയിട്ട്, പക്ഷെ നിങ്ങൾ pH എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. pH is equal to മൈനസ് ലോഗ് കോൺസെൻട്രേഷനെയാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ചെയ്ത കോൺസെൻട്രേഷൻ ഓഫ് H+. ഓക്കെ, ആസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ pH എന്തായിരിക്കും, നമ്മൾക്കറിയാം. നമ്മളൊരു ന്യൂട്രൽ സ്കെയിൽ പഠിക്കുമ്പോൾ 0 to 14 വരെയാണ്. അതിൻ്റെ സെൻട്രൽ 7 ആണ്. 7ൽ കുറവുള്ളതിനെ നമ്മൾ ആസിഡ് എന്നും 7ൽ pH ലെവൽ കൂടിയാൽ അതിനെ ബേസ് എന്നുമാണ് പറയുക. സെൻട്രൽ പോയിന്റ് 7നെ നമ്മൾ ന്യൂട്രൽ സൊല്യൂഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ആസിഡ് സൊല്യൂഷൻ pH എന്താണ്, ലെസ് ദാൻ 7 ആണ്. ബേസിക് സൊല്യൂഷനിൽ എന്താണ്, pH is greater than 7 ആണ്. ന്യൂട്രൽ സൊല്യൂഷൻ pH is equal to 7. ഓക്കെ, pH is equal to മൈനസ് ലോഗ് H3O+ or H+. നമ്മളിങ്ങനെ അതൊരു അതേപോലെ pH+ POH gives pKW. ഇതൊക്കെ നിങ്ങൾ is equal to 40. ഇതൊക്കെ നിങ്ങൾ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് കാൽക്കുലേഷൻ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. pH ഓഫ് ആസിഡ്, pH ഓഫ് ബേസ് ഈസ് ഈക്വൽ ടു pH ഓഫ് വാട്ട് ഇസ് pK വാല്യൂ ഓഫ് വാട്ടർ ആണ്. വാട്ടർ ഓഫ് ഓക്കെ. ദെൻ ഡൈ ആൻഡ് പോളി ബേസിക് ആസിഡ്സ് എന്താന്ന് നോക്കാം. ആസിഡ് വിച്ച് കണ്ടെയ്ൻ മോർ ദാൻ 1 അയോണൈസബിൾ പ്രോട്ടീൻ per molecules are dibasic acid. നമ്മളൊരു ആസിഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അയോണൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മോർ ദാൻ 1 പ്രോട്ടോൺസിനെ തരികയാണെങ്കിൽ അതെന്താണ്, ഡൈബേസിക് ആസിഡ് ആണ്. ഓർ പോളിബേസിക് ആസിഡ്സ് ഓർ പോളിപ്രോട്ടിക് ആസിഡ്സ്. കോമൺ എക്സാമ്പിൾസ് ആർ എന്താണ്, ഓക്സാലിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്. ഇതൊക്കെ നിങ്ങൾ എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആസിഡ് സ്ട്രെങ്ത് when the strength of HA bond decreases. ആസിഡ് സ്ട്രെങ്ത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഈ ഒരു സീരീസ് നിങ്ങൾ ആസിഡ് സ്ട്രെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. HF-നേക്കാളും HCl ആണ്, HBr. അതിനേക്കാളും കൂടുതൽ ആരാണ് ആസിഡ് സ്ട്രെങ്ത്, HI ആണ്. The energy required to break the bond HA become a stronger acid. നമ്മൾ കൂടുതൽ the energy required to break the bond decreases, HA become a strong acid. നമ്മൾ എന്താണ്, എനർജി കുറവും അതെങ്കിൽ അതെന്താണ്, സ്ട്രോങ് ആസിഡ്സ് ആണ്. ദ സൈസ് ഓഫ് എ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്, HA ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസസ്, സോ ദ ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസസ്. ഈ ഹൈഡ്രജനും ഈ ആസിഡും തമ്മിലുള്ള ബോണ്ട് നമ്മൾ എന്താണ്, വീക്ക് ആകുമ്പോൾ അതിന് എന്തായിരിക്കും, സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസിങ് ഓർഡർ, ഇതൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. Then next one ആണ് common iron effect. The depression of ionization of weak electrolyte by the presence of a common ion from a strong electrolyte is called common iron effect. എന്താണ്, നമ്മൾ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിപ്രഷൻ എന്താണ്, അവർ ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നത് ഇല്ലാതാക്കാൻ, അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുന്നത്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ ഡിസോസിയേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുകയാണ്. പക്ഷെ അവിടെ എന്താണ്, വീക്ക് ഇലക്ട്രോലൈറ്റിലും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലും എന്താണോ ഒരു കോമൺ ആയിട്ടുള്ള ഒരു അയൺ ഉണ്ടായിരിക്കണം. അതിന് എക്സാമ്പിൾ ആണ് NH4OH ഉം
NH4Cl. NH4OH എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. NH4Cl എന്താണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന അയോൺസ് ഏതാണ്? NH4 ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ പോർഷൻസ് ഒക്കെ ശ്രദ്ധിച്ച് പഠിക്കാം. Then hydrolysis of salt and pH of the solution. Hydrolysis of salt is defined as the reaction of cation or anion with the water as a result of which the pH of the water change. അപ്പോൾ എന്താണ്? വാട്ടറിന്റെ pH ചേഞ്ച് ചെയ്യാണ് അല്ലേ? എങ്ങനെയാണ്? The hydrolysis of salt is defined as the reaction of cation or anion with the water as a result of which pH change. നമ്മളൊരു സോൾട്ടിനെ വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? വാട്ടറിന്റെ pHന് ചേഞ്ച് വരികയാണ്. Salt of strong and base, strong base, for example NaCl, do not hydrolyze. The pH will be 7. pH എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. നമ്മളൊരു സ്ട്രോങ് സോൾട്ടിന് സ്ട്രോങ് ബേസ് ഇസ് NaCl അല്ലേ? അതൊരു സ്ട്രോങ് സോൾട്ടും കൂടിയാണ്. നമുക്കറിയാലോ NaCl എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യില്ല? എന്ത് ചെയ്യില്ല? ഹൈഡ്രോലൈസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ pH എന്താണ്? 7 ആയിരിക്കും. അതിന് വാട്ടറിൻ്റെ pH എന്ത് ചെയ്യാൻ പറ്റില്ല? ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. സ്ട്രോങ് സോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രോങ് ബേസും കൂടിയാണ് NaCl. അതുകൊണ്ട് അതിൻ്റെ pH വാല്യൂ എത്രയാണ്? 7 ആയിരിക്കും. ദെൻ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ അസറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സോഡിയം സോൾട്ട് വന്ന സമയത്ത് അതെന്താണ്? ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ pH എന്താണ്? 7നേക്കാളും കുറവാണ്. ദ ആനിയോൺ ആക്ട് ആസ് എ ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വീക്ക് ആസിഡ്, സ്ട്രോങ് ബേസ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എക്സാമ്പിൾ വെച്ച് ഒന്ന് പഠിച്ചു വെക്കുക. ഇനി സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ആസിഡ്, വീക്ക് ബേസ്. നമ്മൾ സ്ട്രോങ് ആസിഡിന് വീക്ക് ബേസിനെയാണ് എടുക്കുന്നതെങ്കിൽ എന്താണ്? ഹൈഡ്രോലൈസ് ചെയ്യും. pH എന്തായിരിക്കും? 7നേക്കാളും കുറവായിരിക്കും, ലെസ് ദാൻ 7. ദെൻ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്, രണ്ടും വീക്കാണ്. അങ്ങനത്തെ സമയത്തിൽ അതും ഹൈഡ്രോലൈസ് ചെയ്യും. The cation act as an acid and anion act as a base, but whether the solution is aniodic or basic depends upon the relative value of Ka and Kb for this equation. Okay, നിങ്ങൾക്ക് pK value, pKb value, pK എന്ന് പറഞ്ഞാൽ എന്താണ്? The pH of what? Acid. Then മറ്റേത് pH of base ആണ്. Then buffer solution. Buffer solution അത് നമ്മൾ ക്വസ്റ്റ്യൻ വരുന്നതായിട്ട് കാണുന്നതാണ്. ഒരു solution, buffer solution എന്ന് പറഞ്ഞാൽ it is a solution which resists the change in pH. എന്താണ്? അതിനൊരു നമ്മളൊരു ആസിഡോ അല്ലെങ്കിൽ ബേസോ ഈ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്താൽ അവരുടെ pHൽ എന്ത് വരില്ല? ഒരു ചേഞ്ച് സംഭവിക്കില്ല. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മളെ ഹ്യൂമൻ ബ്ലഡ് അതിനൊരു എക്സാമ്പിൾ ആണ്. ബഫർ ദ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH ഓൺ dilution or addition of small amount of acid or base is called the buffer solution. Then basic buffer, acidic buffer, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. Basic buffer, solution of weak base and its salt and with a strong acid. Weak base NH4OH plus NH4Cl ആണ് ഒരു ബഫർ സൊല്യൂഷൻ എക്സാമ്പിൾ. ഇനി acidic ബഫറിന് എന്താണ്? Solution of weak acid and its salt with a strong base. അതിന് CH3COH plus CH3COONA. Then Henderson's equation for the pH of buffer solution. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു വേർഡ് കേട്ടാൽ മതി, നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് അല്ല. Then solubility product, KSB, solubility product. The equilibrium constant that represent the equilibrium between undissolved salt and its ion in a saturated solution is called the solubility product constant. അപ്പോൾ നമ്മൾ solubility എന്ന് പറയുന്നത് എന്താണ്? ഒരു റിയാക്റ്റൻ്റ് എത്രത്തോളം സോലിബിൾ ആയിട്ട് അവർ എന്താണ് നമ്മൾ സോലിബിൾ ആയിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് തരുന്നുണ്ടോ അതിൻ്റെ റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോലിബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഫോർ AXBY അവരാണ് എന്താണ് കമ്പൈൻ ചെയ്യുന്നു, എന്നിട്ട് XAY പ്ലസ് YBX ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് KSB വാല്യൂ സോലിബിലിറ്റി കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് AY plus raised to X then molar into molar concentration of BX raised to Y. ഇങ്ങനെയാണ് നമ്മൾ അയോണിക് പ്രോഡക്റ്റ് കാണുന്നത്. അയോണിക് പ്രോഡക്റ്റ് is less than KSB, salt remain dissolved. അയോണിക് പ്രോഡക്റ്റ് എന്താണ്?
KSP വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ അതെന്താണ് സോൾട്ട് റിമെയിൻ ഡിസോൾവ് ആവാതിരിക്കും. ദെൻ അയോണിക് പ്രോഡക്റ്റ് ഇസ് ഗ്രേറ്റർ ദാൻ KSB വാല്യൂ, സോൾട്ട് വിൽ ബി പ്രസിപ്പിറ്റേറ്റ്, നമുക്കൊരു പ്രസിപ്പിറ്റേറ്റ് ഫോം ആണ് ചെയ്യാം. ദെൻ റിലേഷൻ ബിറ്റ്വീൻ സോലിബിലിറ്റി ആൻഡ് സോലിബിലിറ്റി പ്രൊഡക്റ്റ്, നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കി വെക്കുക, KSB ജസ്റ്റ് നോക്കി വെക്കുക. KSP is equal to solubility product is equal to x raised to x, y raised to y, s x plus y. എക്സും വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് വാട്ട്, നമ്മളെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ് വരുന്നത്. ഓക്കെ, there are 3 different concepts of acid and base proposed by Arrhenius, Bronsted and Lowry concept. നമ്മൾ കേട്ടല്ലോ അല്ലേ, അരീനിയസിന് ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റും പിന്നെ നമ്മൾ എന്താണ് ലൂയിസിന് കോൺസെപ്റ്റും അനുസരിച്ചിട്ട് നമ്മൾ എന്താണ് ആസിഡും ബേസും ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. അത് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം നിങ്ങളിത് ജസ്റ്റ് അത് ഒന്നും കൂടെ നിങ്ങൾക്ക് വീക്ക് ആസിഡ് ബേസ് ഇത് ജസ്റ്റ് അവർ ഒന്നും കൂടെ നിങ്ങൾക്ക് തന്നതാണ്. നിങ്ങൾ നോട്ട്സ് ജസ്റ്റ് വായിച്ചു നോക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ പിന്നെ നിങ്ങൾക്ക് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഇപ്പോഴത്തെ എക്സാം ബേസ്ഡ് മോഡലായിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻസ്, എന്നിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.